നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വീടിനകത്തുള്ള സകലരും എന്നെ നിയന്ത്രിക്കുന്നുണ്ട്. വീടിന് പുറത്ത് കിടക്കുന്നവൻ കൂടി എന്നെ നിയന്ത്രിക്കണ്ട. ബിജുവിനെ അടിച്ച് ശരിയായില്ല. വരുൺ, തർക്കം വേണ്ട. ചേച്ചി എന്തിനാ ഇതിലേക്ക് കൂട്ടി നിൽക്കുന്നേ? ഏട്ടനെ പുറത്തു കൊണ്ടുപോകുന്നത് കൽപ്പനയെടുത്തേക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതല്ലേ? അത് മറികടക്കാൻ ചേച്ചി ആരാ? എന്താ പറ്റിയ? എന്താ ഏട്ടാ? ആരോ എന്നെ പിടിച്ച് തള്ളിയ പോലെ തോന്നി. പറ്റിയോ? ഇല്ല, കൈക്ക് ഭയങ്കര വേദനയുണ്ട്. ഏട്ടനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പെട്ടെന്ന് പോണം. ബിജു, ബിജു, നമ്മൾ ഇവിടുന്ന് മാറാൻ പാടില്ലായിരുന്നു. ഇങ്ങനൊന്നും വരുന്നു വിചാരിച്ചില്ലല്ലോ. പേടിക്കണ്ട ഏട്ടാ, സാരമില്ല, നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ എത്താലോ. ബിജു, എഴുന്നേക്കേട്ടാ. നല്ല പെയിനുണ്ട്. എന്തായാലും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിട്ട് പറയാം. ഇതെങ്ങനെയാ സംഭവിച്ചത്? അത് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയതായിരുന്നു. ഏട്ടന്റെ വീൽ ചെയർ പെട്ടെന്ന് തട്ടി മറിഞ്ഞതാ. ഡോക്ടർ, പിന്നെ ഇതല്ലാതെ ഏട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുറച്ച് ടെൻഷൻ കൂടുതലുള്ള ആളാണല്ലോ. എന്റെ പെങ്ങളെ ഡോക്ടർ. പിന്നെ പരിചരിക്കാൻ ആളുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ മാറിക്കോളും. നിങ്ങൾ ടെൻഷൻ ആവണ്ട സിസ്റ്റർ. കുഴപ്പമെന്തെങ്കിലും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞോ മോനെ? ഒന്നുമില്ല അമ്മേ, വീഴ്ചയില് കൈ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു. അല്ല,
നിങ്ങളെല്ലാവരും കൂടി സൂര്യ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? നിങ്ങൾ എവിടെയായിരുന്നു? അച്ഛാ, എനിക്ക് അല്പനേരം തനിച്ചിരിക്കണമെന്ന് ഞാനിവരോട് പറഞ്ഞതാ. സോറി അച്ഛാ. എല്ലായിടത്തും ആ വാക്കിന് വിജയിക്കാൻ പറ്റില്ല. തനിച്ചിരിക്കണമെന്ന് സൂര്യ ആഗ്രഹം പറഞ്ഞാലും നിങ്ങളത് അനുവദിക്കാൻ പാടില്ലായിരുന്നു. ചികിത്സയുടെ ഭാഗമായിട്ട് അവൻ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇത്രേ സംഭവിച്ചുള്ളൂ. കൂടുതൽ വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ? മോൾ എന്തിനാ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത്? ഒന്നുമല്ല മുത്തശ്ശി, നല്ലത് ചിന്തിച്ച് ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പൊ ഏട്ടനെ വേദനിക്കേണ്ടി വന്നില്ലേ? അയ്യേ, ഇങ്ങനെ വേദനിക്കാതെ കുട്ടി. നീ നന്മയല്ലാതെ മറ്റൊന്നും ചിന്തിക്കില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓ അത് ശരി. സൂര്യക്ക് ഇത്ര വലിയൊരു അപകടം സംഭവിച്ചിട്ടും ഇവളെ പുകഴ്ത്തി കഴിഞ്ഞിട്ടില്ല അല്ലേ? സൂര്യ, എന്താ സംഭവിച്ചത്? വേദനയുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിലും അങ്ങനെയല്ലേ പറയൂ. കൊണ്ടുപോയവരെ രക്ഷിക്കണമല്ലോ. അല്ല, എന്തായിരുന്നു ഏട്ടനെ കൊണ്ടുപോകാനുള്ള തിടുക്കം? ഇപ്പൊ കൈ ഒടിച്ച് കൊണ്ടുവന്നിരുത്തിയപ്പോ മതിയായില്ലോ എല്ലാവർക്കും. അതെ, കൈ ഒടിഞ്ഞു എന്നത് മനസ്സിലുള്ള ആഗ്രഹമായിരിക്കും. അത്രയ്ക്ക് എന്തായാലും അങ്ങോട്ട് സംഭവിച്ചിട്ടില്ല. ഡാ! കൽപ്പനെ, ഈ വീടിനകത്തുള്ള സകലരും എന്നെ നിയന്ത്രിക്കുന്നുണ്ട്. വീടിന് പുറത്ത് കിടക്കുന്നവൻ കൂടി എന്നെ നിയന്ത്രിക്കണ്ട. ഏട്ടത്തി, ബിജുവിനെ അടിച്ച് ശരിയായില്ല. വരുൺ, തർക്കം വേണ്ട. ചേച്ചി എന്തിനാ ഇതിലേക്ക് കൂട്ടി നിൽക്കുന്നെ? ഏട്ടനെ പുറത്തു കൊണ്ടുപോകുന്നത് കൽപ്പനയടുത്തേക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതല്ലേ? അത് മറികടക്കാൻ ചേച്ചി ആരാ? ഓ, അവള് ദേവതയല്ലേ? കണിമംഗലത്തിന്റെ ദേവത. അവള് വന്നതിന് ശേഷമല്ലേ ഐശ്വര്യങ്ങൾ മുഴുവൻ വന്നതും ഈ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടായതും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.